വയനാട് ദുരന്തത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കയായി മരണസംഖ്യ ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 291. 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും. മുണ്ടക്കൈയിൽ 6 സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ രണ്ടാമത്തെയും പുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോണുമാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തെയും വെള്ളാർമല സ്കൂൾ 5ാമത്തെ സോണുമാണ്. പുഴയുടെ അടിവാരം 6ാമത്തെ സോണും. സൈന്യം, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. ഓരോ സംഘത്തിലും പ്രദേശവാസികളായ 3 പേരും ഒരു വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാകും. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലും തിരച്ചിലുണ്ടാകും. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം VV അരുണിലേക്കാണ് പോകുന്നത്. അരുൺ, ഇന്നലെ വരെ ഉള്ള തിരച്ചിൽ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ആസൂത്രണം ചെയ്ത് ഊർജിതമായ തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും 6 സോണുകളായി തിരിച്ചായിരിക്കും ഇന്ന് തിരച്ചിൽ ഉണ്ടാവുക, അല്ലെ? എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ? വിശദാംശം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണെന്ന് കാരണം ഈ കാണുന്ന ബേലിപ്പാലം തുറന്ന ശേഷമുള്ള ആദ്യ ദിവസം ഈ പാലത്തിലൂടെയാകും വാഹനങ്ങൾ കടന്നുപോവുക. ഈ പാലത്തിലൂടെയാകും രക്ഷാപ്രവർത്തകർ അപ്പുറത്തേക്ക് മുണ്ടക്കയിലേക്ക് എത്തുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പാലത്തിന്റെ ബലപരിശോധന അടക്കം ഇത് നടത്തിയാണ് സേന ഇതിലൂടെ സുഗമമായി യാത്ര ചെയ്യാമെന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. ഏതായാലും ഇന്നത്തെ ദിനത്തിൽ പരമാവധി ആളുകളെ കണ്ടെത്തുക എന്ന വളരെ വെല്ലുവിളി നിറഞ്ഞ ദൌത്യമാണ് രക്ഷാപ്രവർത്തകർ ഏറ്റെടുക്കുന്നത്. സർക്കാരും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. 6 സോണുകളെ തിരിച്ചാകും മുണ്ടക്കയിലെ പരിശോധന. മുണ്ടക്കൈ വളരെയധികം ഈ പ്രകൃതി ദുരന്തത്തിൽ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ച മേഖലയാണ്. അവിടെ ആ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും. 6 മേഖലകളായി തിരിഞ്ഞാണ് അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ രണ്ടാമത്തെ സോണാണ്. പുഞ്ചിരിമട്ടം ഇതിന്റെ പ്രഭവ കേന്ദ്രം, ഈ മണ്ണിടിച്ചിലിന്റെ പ്രഭവ കേന്ദ്രമായി കാണുന്ന പുഞ്ചിരിമട്ടത്ത് 3ാമത്തെ സോണാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തെയും GVHS വെള്ളാർമല 5ാമത്തെ സോണുമാണ്. പുഴയുടെ അടിവാരമാണ് നമ്മളിപ്പോൾ ഉള്ള വേലിപ്പാലം നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥലത്തോട് ചേർന്ന പ്രദേശമാണ് 6ാമത്തെ സോൺ. ഈ 6 സോണുകളിലും പരിശോധന ഉണ്ടാകും. ഇതിന് പുറമെ നിലമ്പൂർ മേഖലയിൽ ചാലിയാറിന്റെ തീരങ്ങളിൽ, ചാലിയാറിന്റെ കൈവഴികളിൽ 40 കിലോമീറ്ററോളമാണ് ചാലിയാർ ഒഴുകുന്നത്. ആ ചാലിയാറിന്റെ തീരങ്ങളിൽ ശക്തമായ പരിശോധനയുണ്ടാകും. അതിനുവേണ്ടി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ പോലീസിനൊപ്പം നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള രക്ഷാദൌത്യമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പട്ടാളവും NDRFും DSTയും കോസ്റ്റ് ഗാർഡും നേവിയും MEG ഉൾപ്പെടെ സംയുക്ത സംഘമാണ് ഈ എല്ലാ മേഖലകളിലും തെരച്ചിൽ നടത്തുക. ഇവിടെ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ 6 സോണുകളായി തിരിച്ച മേഖലയിൽ ഓരോ സംഘത്തിലും 30 പേരെ ഉൾപ്പെടുന്ന സംഘങ്ങൾ ഉണ്ടാകും. വേണമെങ്കിൽ അവിടെ ആളുകളുടെ എണ്ണം ഓരോ ടീമിലും വർദ്ധിപ്പിക്കും. വനംവകുപ്പിലെ ഒരു ജീവനക്കാരനും 3 നാട്ടുകാരും ഈ സംഘങ്ങളിലെല്ലാം ഉണ്ടാകും. ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 8 പോലീസ് സ്റ്റേഷൻ ഭാഗങ്ങളിലാണ്, 8 പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ കടന്നുപോകുന്ന നദിയാണ് ചാലിയാർ. ആ ഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ പരിശോധനയുണ്ടാകും. അവിടെ കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളിൽ പ്രത്യേക പരിശോധന നടക്കും. മൃതദേഹങ്ങൾ തങ്ങി നിൽക്കാനിടയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ടതാണ്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. ആ മേഖലയിൽ അത്തരത്തിലുള്ള പരിശോധനയുണ്ടാകും. ഈ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ കൊണ്ടുപോകാനും ആശുപത്രിയിലേക്ക് മാറ്റാനും അതിന്റെ മറ്റു നടപടികളിലേക്ക് ഒക്കെ കൃത്യമായി ആംബുലൻസുകൾ 50 ആംബുലൻസുകളാണ് ആകെ സജ്ജീകരിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ കൂടുതൽ ആംബുലൻസുകൾ എത്തിക്കും. ഈ ബെയിലി പാലം കടന്ന് 25 ആംബുലൻസുകൾ അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും. ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന് ഈ ആംബുലൻസുകളെ ഉപയോഗിക്കും. മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസാണ് ഇതിന്റെ ബേസ് ക്യാമ്പായിട്ട് ഈ ആംബുലൻസുകളുടെ പാർക്കിങ്ങിന് തീരുമാനിച്ചിരിക്കുന്നത്. അധികം വരുന്ന ആംബുലൻസുകൾ കടത്തിവിടണമെങ്കിൽ പ്രത്യേക പാസ് ജില്ലാ കളക്ടർ നൽകണം. കാരണം
നമുക്കറിയാം ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി ഉള്ളത് ഇവിടുത്തെ വാഹനങ്ങളുടെ ഒരു ആധിക്യമായിരുന്നു, തിരക്കായിരുന്നു. രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകളാകാം ഒരുപക്ഷെ നാട്ടുകാർ ഇവിടേക്ക് വരുന്നവരുണ്ട്. അത്തരം ആളുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്തരം വാഹനങ്ങൾ ഒന്നും കടത്തിവിടില്ല. അതിന് കൃത്യമായ പാസ് വേണം. ആംബുലൻസുകൾ ആണെങ്കിൽ പോലും ഈ 50 പുറമെയുള്ള ആംബുലൻസുകൾക്ക് പ്രത്യേക പാസ് വേണം. ഏറ്റവും പ്രധാനം ഈ ബേലി പാലം കടന്ന് യന്ത്രഭാഗങ്ങൾ JCBയും ഹിറ്റാച്ചിയും കട്ടിംഗ് മെഷീനും ഒക്കെ കടന്നു പോകണം. അതാണ് ഈ രക്ഷാദൌത്യം ഇത്രയധികം വൈകിച്ചത്. ഈ പാലത്തിലൂടെ ഈ യന്ത്രഭാഗങ്ങൾ അപ്പുറത്തേക്ക് എത്തിച്ച് അവിടെ മണ്ണിനടിയിൽ പരിശോധന നടത്തും. വീണുകിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്, കെട്ടിടഭാഗങ്ങളുണ്ട്. ആ കെട്ടിടഭാഗങ്ങളിൽ അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം പരിശോധനയും ആ ഭാഗങ്ങളിൽ ഉണ്ടാകും. ഏതായാലും ഇന്ന് വളരെ നിർണായക ദിനമാണ്, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസത്തിൽ വളരെ കൃത്യതയോടെ ആസൂത്രണത്തോടെയുള്ള നടപടികളാണ് ഭരണകൂടവും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ആർമിയും ഒക്കെ ചേർന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് ആ രീതി നടപ്പായാൽ രക്ഷാദൌത്യത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. പരമാവധി ആളുകളുടെ ഭൌതികദേഹങ്ങൾ കണ്ടെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അതായത് ഈ ഓരോ പ്രദേശത്തും കൃത്യമായി പരിശോധിച്ച്, അതായത് റേഷൻ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് എത്ര പേർ ഇവിടെ നിന്ന് കാണാതായി, ആ കണക്ക് ഇന്നലെ 206 എന്നൊരു കണക്ക് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ച് അധികൃതർ ലഭ്യമാക്കിയിരുന്നു. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും പരിശോധന. റേഷൻ കാർഡുകൾ ഇതിനായി ആ ഭാഗത്തെ റേഷൻ കാർഡുകൾ പരിശോധിച്ച് ഇവിടെ ആരെങ്കിലും മിസ്സിംഗ് ആണോ എന്ന് ഒന്നുകൂടി വ്യക്തത വരുത്തിയാകും പരിശോധന. അങ്ങനെ മുഴുവൻ ആളുകളെയും രക്ഷിച്ചു എന്നിന്നലെ ആർമി ദൌത്യസംഘം വ്യക്തമാക്കിയിരുന്നു. ജീവനോടെ അവശേഷിക്കുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇതിനകം മാറ്റിക്കഴിഞ്ഞുവെന്നാണ് ആർമിയുടെ അവകാശവാദം. സർക്കാർ അത് ആ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനി മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ പരമാവധി ആളുകളെ കണ്ടെത്തുക, അത് അധികം വൈകാതെ കണ്ടെത്തണം. കാരണം നമുക്കറിയാം ഇത്ര ദിവസമായി 4 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശരീരഭാഗങ്ങൾ സ്വാഭാവികമായും ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കണ്ടെത്തി അവരെ യഥാവിധി സംസ്കരിക്കുക.